ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗായിട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗായിട്ട്. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് അറിയോ? നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഡിഷാണ് ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകുന്ന സാധനം. അതിനായിട്ട് ഗൈസ് നമുക്ക് ആദ്യം വേണ്ടത് 2 നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി പാകം കൂടുതലായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ. ഇനി നമുക്കത് നന്നായി തൊലി കളഞ്ഞെടുത്തിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. റൗണ്ട് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ലേശം തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ. നമ്മളിവിടെ നമ്പീഷൻസ് നെയ്യാണ് എടുത്തേക്കുന്നത്. നെയ്യില്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ നന്നായി വെള്ളമൊക്കെ വറ്റി നന്നായി ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 2 സ്പൂണൊക്കെ നെയ്യിട്ട് കൊടുക്കട്ടെ. ആ പഴത്തേക്ക് വേണ്ടത്, പഴം നമ്മളിവിടെ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു റൗണ്ടായി അരിഞ്ഞു വന്നപ്പോൾ. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കട്ടയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് അലിഞ്ഞ് നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പഴത്തിനെ മൊത്തമായിട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാം. ഈ നന്നായി കൂട്ടി വെക്കേണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാട്ടെ ഇടയ്ക്കിടയ്ക്ക്. കാരണം വേറെ ഒന്നല്ല, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ മറിച്ചിട്ടൊന്നും കൊടുക്കണ്ട. നമുക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാം കൂടി മിക്സ് അല്ലേ ഇതുപോലെയൊക്കെ ഒരു ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ തീ മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ചിരകി വെച്ചേക്കുന്ന നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം ഒരു 2-3 സ്പൂണൊക്കെ മതി കേട്ടോ. അതിലും കൂടൊന്നും വേണ്ട. അതും കൂടി ഇട്ടിട്ട് അതും നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പഞ്ചസാര കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ശർക്കരയാണ് ആഡ് ചെയ്യേണ്ടത്. ശർക്കര പാനീയ അല്ലെങ്കിൽ പിന്നെ ശർക്കര ചിരകിയത്, അതാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത് ശർക്കര ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പഞ്ചസാര 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആവാട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് ഇതാവണ വരെ നന്നായി മിക്സ് ആക്കി എടുക്കാം. ശർക്കര ഉള്ളവർ ശർക്കര തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ശർക്കര ആയിരിക്കും ഇത്രയും കൂടെ ബെറ്റർ. അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു സർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത പണി എന്ന് പറയണത് ഐസ്ക്രീമാണ് കേട്ടോ. നമുക്ക് ഏത് ഐസ്ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യുക. വാനില ഐസ്ക്രീം, വാനില ഫ്ലേവർ ഉള്ളത് കൂടെ ആയിരിക്കും ഇത്തിരി കൂടെ ബെറ്റർ. നമ്മുടെ അങ്ങനെ ഇവിടെ ഐസ്ക്രീം കൂടി ഇട്ടിട്ടുണ്ട്. ഐസ്ക്രീം ഇത്തിരിയും കൂടി എടുത്തോ. അങ്ങനെയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു അടിപൊളി ലാലേട്ടൻ്റെ ഫേവറേറ്റ് റെസിപ്പി കേട്ടോ. നല്ല അടിപൊളി റെസിപ്പി തന്നെ കേട്ടോ. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ പഴമൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമല്ലേ കൂടുതലും ചെയ്യാറ്. ഇങ്ങനൊരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള അടുത്ത വീഡിയോ. ബൈ ബൈ.